പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മുടെ നന്ദനൊപ്പ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നന്ദകുമാർ. നമ്മുടെ തൃശ്ശൂർ പൂരമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. എന്തുകൊണ്ടാണ് തൃശ്ശൂർ പൂരം ഇത്തരത്തിൽ അലങ്കോലപ്പെട്ടത്? അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം ഇങ്ങനെ അലങ്കോലപ്പെടുത്തിയത് ആരാണ്? അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അതോ ആർക്കുമില്ലേ? യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂർ പൂരം നടത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം എവിടെ പോയി? തൃശ്ശൂർ പൂരത്തിൽ തന്നെ, തൃശ്ശൂരിൽ തന്നെയുള്ള ഒരു മുൻമന്ത്രിയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഒരു മന്ത്രി അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ക്രമസമാധാന നില പാലിക്കേണ്ട ADGP അവിടെ ഉണ്ടായിരുന്നു, തൃശ്ശൂരിൽ തന്നെ ഉണ്ടായിരുന്നു. MR അജിത് കുമാർ എന്ന് പറയുന്ന പ്രമുഖനായ പോലീസ് ഉദ്യോഗസ്ഥൻ തൃശ്ശൂർ ഉണ്ടായിരുന്നു. മന്ത്രി രാജൻ തൃശ്ശൂരിലുണ്ടായിരുന്നു. മുൻ മന്ത്രിയായ സുനിൽകുമാർ സ്ഥാനാർത്ഥിയാണെങ്കിലും അവിടെ തന്നെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് അവിടെ ഉണ്ട്. പിന്നെ മിക്കവാറും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് തൃശ്ശൂർ പൂരം ഇത്തരത്തിൽ അലങ്കോലപ്പെട്ടു? ചോദ്യം പ്രധാനപ്പെട്ടതാണ്. അതിന് ഉത്തരവാദിത്വം ആർക്കാണ്? ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കുന്നില്ല എങ്കിൽ പോലും ഇതാ ഉത്തരവാദിത്വം ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതിന്റെ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ട് നടപടിയെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അവിടുത്തെ പോലീസ് കമ്മീഷണറായ അശോക് അങ്കിത്തിനും അതുപോലെ അസിസ്റ്റന്റ് കമ്മീഷണറായ സുദർശനുമെതിരെ സ്ഥലം മാറ്റം നൽകിക്കൊണ്ടുള്ള നടപടി, അല്ലാതെ സസ്പെൻഷനോ മറ്റെന്തെങ്കിലും അച്ചടക്ക നടപടിയോ അല്ല, സ്ഥലം മാറ്റം നൽകിക്കൊണ്ടുള്ള നടപടി എടുത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നു, ഇപ്പോ പാറമേക്കാവ് ദേവസ്വം അധികൃതർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു, ഇതിനകത്ത് ഈ അലങ്കോലപ്പെടുത്തിയതിൽ ഗൂഢാലോചനയുണ്ട്. അവിടെയാണ് നമ്മൾ കാണുന്നത്. ആരുടെ ഗൂഢാലോചന? എവിടെ നിന്ന് ഗൂഢാലോചന ഉണ്ടായി? ഈ ഗൂഢാലോചന ഉണ്ടായെങ്കിൽ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാം കണ്ടെത്തേണ്ടത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാറമേക്കാവ് എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ പ്രവർത്തകരുടെ മുൻതൂക്കമുള്ള ഭരണസമിതിയാണ് അവിടെ ഉള്ളത്. ആ ഇടതുപക്ഷ മുൻതൂക്കമുള്ള ഭരണസമിതിക്കാർ തന്നെ ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി തന്നെ പറയുമ്പോൾ അതിനെ വളരെ സീരിയസ് ആയിട്ടാണ് കാണേണ്ടത്. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആരാണ് എന്നത്, ഈ ഗൂഢാലോചന കണ്ടെത്തേണ്ടതും അത്യാവശ്യം തന്നെയാണ്. എന്തായാലും നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു ഗൃഹാതുരത നിറഞ്ഞ ഒരു ഉത്സവം തന്നെയാണ്. നമ്മുടെ ഇതുണ്ടല്ലോ, ടൂറിസം മാപ്പിൽ തന്നെ, വിനോദസഞ്ചാര മാപ്പിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം തൃശ്ശൂർ പൂരം തന്നെയാണ്. തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് തൃശ്ശൂർ പൂരം തന്നെയാണ്. അപ്പോൾ വിദേശത്ത് പോകുന്ന ആൾക്കാരുമൊക്കെ തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി നാട്ടിലെത്തുന്ന കാലഘട്ടവും ഈ തൃശ്ശൂർ പൂര കാലഘട്ടമാണ്. അപ്പോൾ മേടമാസത്തിലെ പൂരനാള് എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരുടെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള തൃശ്ശൂർ പൂരം വളരെ കുറ്റമറ്റ രീതിയിൽ നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഇപ്പോൾ അവിടെ ഭരിക്കുന്ന സർക്കാരിന് തന്നെയാണ്, മറ്റാർക്കുമല്ല. ദേവസ്വം അധികൃതർക്കും ഒക്കെ അതിന് ഉത്തരവാദിത്വമുണ്ട്, പ്രധാനമായിട്ടും സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നത് നമ്മൾ കാണേണ്ടതാണ്. അത് ഇതേപോലെ തന്നെ ബാരിക്കേഡുകൾ സൃഷ്ടിക്കുകയും ലാത്തിച്ചാർജ്, അവിടെ വന്ന പൂരം കാണാൻ വന്നവരെ ലാത്തിച്ചാർജ് ചെയ്ത സംഭവം ഉണ്ടായി. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇപ്രാവശ്യം തിരഞ്ഞെടുപ്പും കൂടെ നടക്കുന്ന പശ്ചാത്തലത്തിൽ പൂരം യാതൊരു കുഴപ്പവുമില്ല നടത്താനുള്ള മുൻകരുതൽ എടുക്കേണ്ട ഒരു ഉത്തരവാദിത്യം സർക്കാരിനായിരുന്നു, സർക്കാർ സമിതികൾക്കായിരുന്നു. അവിടത്തുകാരനായ മന്ത്രിയായ K. രാജന്റെയും കൂടി ഉത്തരവാദിത്യമായിരുന്നു. എന്നാൽ അതൊന്നും ഉണ്ടായില്ല. ഈ സംഭവമെല്ലാം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ പൂരം ആകെ അലങ്കോലമായി, ആകെ കുളമായി, ആകെ പ്രശ്നമായി. അപ്പോഴേക്കും ഇവരെല്ലാം സടകുടഞ്ഞ് പുറത്തിറങ്ങി വന്നിരിക്കുന്നു. നടപടി എടുക്കണം, അന്വേഷണം നടത്തണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, മന്ത്രി രാജൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയാണ്. ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായി വളരെ അടുത്ത സ്നേഹമുണ്ട്, വളരെ അടുത്ത സ്നേഹമുണ്ട് ഞങ്ങൾ തമ്മിൽ. കാരണം ഞങ്ങൾ അത്രമാത്രം വ്യക്തിപരമായി സ്നേഹിതരാണെന്ന് മാത്രമല്ല, വളരെ ബന്ധവുമുണ്ട് ഞങ്ങൾ തമ്മിൽ. പക്ഷേ ഒരു കാര്യം രാജനും കൂടി ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ബഹുമാനത്തോടെ മന്ത്രി രാജനോട് പറയട്ടെ, താങ്കൾ ഇത്തരം സംഭവങ്ങൾ അവിടെ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സ്ഥിതിക്ക് ഇത്തവണ ഉണ്ടാകരുത്. തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്, തൻ്റെ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായാലും സർക്കാരിൻ്റെ വീഴ്ചയായിട്ട് കണക്കാക്കും. അങ്ങനെ സർക്കാരിൻ്റെ
വീഴ്ചയായിട്ട് പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് തൻ്റെ സ്ഥാനാർത്ഥിയെ ബാധിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ കുറ്റമറ്റ രീതിയിൽ ഇടപെട്ട് ജാഗ്രതയോടെ നിൽക്കേണ്ട ആളായിരുന്നു അവിടുത്തെ മന്ത്രി കൂടിയായ രാജൻ. പക്ഷെ അതുണ്ടായില്ല എന്നത് കാണേണ്ടതുണ്ട്. പിന്നെ MR അജിത് കുമാർ എന്ന് പറയുന്ന പ്രമുഖനായ വ്യക്തിയാണ്. എന്ത് കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാൻ തനിക്ക് അധികാരമില്ലാത്ത കാര്യങ്ങൾ പോലും, കാരണം പിന്നെ സ്വപ്ന സുരേഷ് ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാറുന്നതിന് തന്നെ ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ട് അവരുടെ ഫ്ളാറ്റിൽ പോയി അവരുടെ സുഹൃത്തിനെ കൈയോടെ പൊക്കി സിനിമാ സ്റ്റൈൽ പൊക്കിക്കൊണ്ടുപോവുകയും അയാളെ കയ്യിലുള്ള രേഖകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത വളരെ അന്ന് അധികാരം പോലും ഇല്ലാത്ത ആളാണ്. എന്നിട്ട് പോലും അതൊക്കെ ചെയ്ത ആളാണ് ഒരു ADGP. ഇപ്പോൾ ക്രമസമാധാന നിലയുടെ ചുമതലയാണ് ADGPക്കുള്ളത്. അദ്ദേഹം തൃശ്ശൂരിലുണ്ടായിരുന്നു, ഈ സമയത്ത് തന്നെ തൃശ്ശൂരിലുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല? ഒരു പോലീസ് കമ്മീഷണർക്കും ഒരു പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർക്കും മാത്രം വിചാരിച്ചാൽ അലങ്കോലപ്പെടുത്താൻ കഴിയുന്നതാണോ തൃശ്ശൂർ പൂരം എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയൊക്കെ നടന്നു കഴിഞ്ഞിട്ടും അത് പരിഹരിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ തൃശ്ശൂർ ഉണ്ടായിരുന്നപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വീഴ്ച തന്നെയാണ്. അത് ഗവൺമെന്റ് തലത്തിലുള്ള വീഴ്ച തന്നെയാണ്. ഗവൺമെന്റിന്റെ ഗുരുതരമായ ഈ പ്രവർത്തനമില്ലായ്മയാണ് ഇതിൽ നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചു കാണുന്നത്. എന്താണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്? അത് ചെയ്യാൻ ഗവൺമെന്റ് കുറെ കാലമായിട്ട് കഴിയുന്നില്ല. ഇവിടെ മാത്രമല്ല, പല പ്രദേശത്തും കഴിയുന്നില്ല എന്നതാണ് കാണുന്നത്. എന്നാൽ അതേസമയം നമ്മൾ മറ്റൊരു കാര്യം കൂടെ ആലോചിക്കണം. ഇത് പിന്നെ ശബരിമലയിൽ ചെയ്തതുപോലെയാണ് ഈ തൃശ്ശൂർ പൂരത്തിലും അതിനെയും ഇല്ലാതാക്കാൻ, ശബരിമലയുടെ ഒരു പ്രാധാന്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അവിടെ പോലീസിന് വിടുകയും അവിടെ പിന്നെ അവിടെ വന്ന അയ്യപ്പന്മാരെ ലാത്തി ചാർജ് ചെയ്യുകയും ചെയ്ത സംഭവം ഓർമ്മിപ്പിക്കുന്നു ഈ സമയത്ത്. സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുമെന്നുള്ളത് കേരളത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമുദായിക പിന്നെ പശ്ചാത്തലങ്ങൾ വിലയിരുത്തുമ്പോൾ ഗവൺമെന്റ് വളരെ മുൻകൂട്ടി കാണേണ്ടത് തന്നെയായിരുന്നു. പക്ഷെ അതിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് കാണേണ്ടത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നറിയില്ല. ഗൂഢാലോചന എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ പാറമേക്കാവ് പിന്നെ ദേവസ്വം അധികൃതർ തന്നെ ഗൂഢാലോചന പറയുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് മന്ത്രിയും അതുപോലെ സ്ഥാനാർത്ഥിയും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു കെടുകാര്യസ്ഥത ഈ ഗവൺമെന്റിന്റെ കീഴിലും ഗവൺമെന്റ് കാര്യത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ്. വളരെ മുൻകൂട്ടി വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്നത്. തൃശ്ശൂർ പൂരം പോലുള്ള ഒരു ഉത്സവം ഇങ്ങനെ അലങ്കോലപ്പെടുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു സാമുദായിക ഒരു സന്തുലിതാവസ്ഥ തന്നെ പിന്നീട് നശിക്കാനും അതില്ലാതാകാനും കാരണമാകാവുന്നതാണ്. കാരണം തൃശ്ശൂർ പൂരത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ എനിക്കൊരു ഓർമ്മ വരുന്നുണ്ട്. ഒരിക്കൽ ഒരു വിദേശത്തോ മറ്റോ ഇരുന്നു കൊണ്ട് ഒരു തീവ്രവാദി തൃശ്ശൂർ പൂരത്തിനെ തകർക്കണമെന്നും ഇവിടെ ഇത്രയും ആൾക്കാർ കൂടുന്നത് എന്തിനാണെന്നും അങ്ങോട്ടേക്ക് ഒരു ട്രക്കിന് പിന്നെ ഓടിച്ച് കയറ്റിക്കൂടെ എന്നൊക്കെ വീഡിയോ ഇട്ടത് ഇവിടെ ഓർമ്മ വരുന്നുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള വീഡിയോ ആയിരിക്കാം പോലീസിനെ കൊണ്ട് ഇത്തരത്തിൽ വളരെ കർശനമായ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പ്രേരകമായതും അത്തരത്തിലുള്ള വീഡിയോ തന്നെ ആയിരിക്കാം. അത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും വന്നുകൂടായികയില്ല. അങ്ങനെ വരുമ്പോൾ ആലോചിക്കേണ്ടത് ഇത് കേരളത്തിന്റെ പൊതു ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കാര്യങ്ങൾ വളരെ ആസൂത്രിതമായി കാര്യങ്ങൾ ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല, ഭരണകൂടത്തിനും കഴിഞ്ഞിട്ടില്ല എന്നത് കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. എന്തായാലും കേരളത്തിന് ഈ ഒരു പൂരം എന്നും നമുക്കുണ്ടാകണം. ആ പൂരം, ഈ പൂരത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആദ്യം ശബരിമലയായി, ഇപ്പോൾ തൃശ്ശൂർ പൂരമായി, നാളെ മറ്റേതെങ്കിലും ക്ഷേത്രത്തിലേക്കും ഇത്തരം പിന്നെ നടപടികൾ ഉണ്ടാകും എന്നുള്ള പ്രചരണങ്ങൾ ഒരറ്റത്തൂടെ വരുന്നുണ്ട്. അത് വളരെ ഗുരുതരമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെല്ലാം എങ്ങനെ നിയന്ത്രിക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് കഴിയും എന്നാണ് ഇനി ജനങ്ങൾ കാത്തിരിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് കുറച്ചും കൂടി സെൻസേഷൻ ഈ വാർത്തയ്ക്കും ഈ സംഭവത്തിനും ഉണ്ടാകും. പക്ഷേ ഇവിടെ ഈ വാർത്തകളെല്ലാം 24 മണിക്കൂറും കവർ ചെയ്യാൻ വന്ന ചാനലുകളും തന്നെ അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ല, അത് ഒളിച്ചു വയ്ക്കുന്നു. അവിടെ എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നില്ല എന്നതും നമ്മൾ ഇവിടെ കാണേണ്ടത് തന്നെയാണ്.